അതായത് പണ്ട് ബി ജെ പിക്കാരനാണ് എന്ന് പറയാൻ മടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ബി ജെ പി കേരളത്തിൽ അങ്ങനെ മൊത്തത്തിൽ ഒരു കോർപ്പറേറ്റ് സിസ്റ്റം എന്ന നിലയിലേക്ക് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം മാറിയിട്ട് ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് 45,530 വോട്ടുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ വലിയ തമ്മിലടികളുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ പല അവസരവാദികളായിട്ടുള്ള നേതാക്കളും ജനങ്ങൾ കയ്യടിക്കുകയാണ്. അതായത് CPM-ന്റെ ദുർഭരണത്തിനെതിരെ നമ്മൾ ഒരു ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിരിക്കുന്ന സമയമാണല്ലേ. അപ്പം നമ്മളുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് LDF UDF ഇതാണ് നമ്മൾ കേട്ട് വളർന്നിരിക്കുന്ന പാർട്ടി. ഒന്നില്ലെങ്കിൽ LDF ആയിരിക്കും, അല്ലെങ്കിൽ UDF ആയിരിക്കും. പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ BJP എന്നുള്ളത് വലിയ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. BJP കുറച്ച് കാലങ്ങളായി വരുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. അതെങ്ങനെയായിരിക്കും ഈ ഒരു വരുന്ന തെരഞ്ഞെടുപ്പിന് BJPയുടെ സ്വാധീനം എത്രമാത്രമായിരിക്കും എന്നാണ് വിലയിരുത്തുന്നത്? വിദ്യ ആദ്യം പറഞ്ഞത് തന്നെ തുടങ്ങാം. അതായത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കേട്ടിരുന്നത് LDF UDF 2 മുന്നണി, CPM കോൺഗ്രസ് എന്ന 2 പാർട്ടി, പിന്നെ കുറച്ച് ചെറിയ പാർട്ടി. ഇവിടെയും BJP ഇല്ല, NDA എന്ന് പറയുന്ന മുന്നണിയുമില്ല. പക്ഷേ കാലങ്ങൾക്കിപ്പുറം ഏതാണ്ട് കഴിഞ്ഞൊരു 15 വർഷത്തെ ഒരു സമയം എടുത്തു കഴിഞ്ഞാൽ BJP കേരളത്തിൽ ഒഴിച്ച് നിർത്താൻ പറ്റാത്ത ഒരു ശക്തിയായി മാറി. ഒരു 10 വർഷത്തോളമായി ചാനൽ ചർച്ചകളിൽ തന്നെ ഈ മാറ്റം പ്രകടമാണ്. നമ്മൾ ആദ്യം കാണേണ്ടത് സാധാരണക്കാരുടെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വാർത്താ ചാനലുകളിൽ BJP പാനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു BJPയുടെ പ്രതിനിധി കഴിഞ്ഞ 10 വർഷക്കാലത്തോളമായിട്ടുണ്ട്. അതൊക്കെ BJPയുടെ മാറ്റങ്ങളുടെ വലിയ കാരണങ്ങളാണ്, അല്ലെങ്കിൽ വലിയ അടയാളങ്ങളാണ്. അതായത് പണ്ട് BJPക്കാരനാണ് എന്ന് പറയാൻ മടിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഈ ശോഭാ സുരേന്ദ്രനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന കാലഘട്ടം അതാണ്. അതായത് കേരളത്തിൽ BJP ആണ്, ഞാനൊരു സംഖ്യയാണ് എന്ന് പറയാൻ ആളുകൾ ഭയന്നിരുന്ന, ആളുകൾ നാണിച്ചിരുന്ന, ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഉള്ളിലതുണ്ടെങ്കിൽ പോലും പുറത്തേക്ക് അത് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതിൽ നിന്ന് മാറി ഇപ്പോൾ ഞാനൊരു സംഖ്യയാടാ എന്ന് പറഞ്ഞ് 100ഉം 1000ഉം കണക്കിന് ആളുകൾ കാവ്യണിഞ്ഞും ചരട് കെട്ടിയും അവരുടേതായ പരിപാടികൾ പങ്കെടുത്ത് വിജയിപ്പിക്കാൻ പറ്റുന്നുണ്ടെന്ന് തന്നെ BJPക്ക് അനുകൂലമായിട്ട് കേരളത്തിൽ ഒരു മാറ്റമുണ്ടാകുന്നു എന്നതിൻ്റെ പ്രകടമായ അടയാളമാണ്. ഇപ്പോൾ കേരളത്തിലെ RSSൻ്റെ പദസഞ്ചലനം എന്ന് പറഞ്ഞിട്ട് ദണ്ഡയും ഈ പറയുന്ന ഗണവേഷമൊക്കെ ധരിച്ചിട്ട് RSSകാർ മാർച്ച് നടത്തുന്ന പരിപാടികളുണ്ട്. അത് ഈ അടുത്ത് കഴിഞ്ഞിരുന്നു. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ വരെ CPM-ൻ്റെ മറ്റു പാർട്ടിക്കാർക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുള്ള ബാനറുകൾക്ക് കീഴിലൂടെയും മുന്നിലൂടെയൊക്കെ RSSൻ്റെ ഗണവേഷധാരികൾ പദസഞ്ചലനം നടത്തുകയാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വിചാരിക്കുന്ന പോലെ ഗുജറാത്തോ UP ഒക്കെ ആയിരിക്കും എന്നാണ്. കാരണം അത്രത്തോളം വിജയകരമായിട്ട് RSSന്, സംഘപരിവാറിന് കേരളത്തിൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി, ഒരു പൊളിറ്റിക്കൽ പ്രോഗ്രാം ആളെക്കൂട്ടി നടത്താൻ കഴിയുന്നുണ്ട്. 5-6 പേരല്ല, 100 കണക്കിന് ആളുകൾ അണിനിരത്തിയിട്ടുള്ള ഒരു വലിയ വിജയം എന്ന് പറയാവുന്ന വിധത്തിലുള്ള പരിപാടിയാണ് അവർ നടത്തുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ സംഘപരിവാറിന് അനുകൂലമായ ഒരു മണ്ണ് വരുന്നുണ്ട്, ഒരുങ്ങിക്കഴിഞ്ഞു. BJP അനുകൂല തരംഗം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ തന്നെ വേണം നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണാൻ. പണ്ടത്തെ പോലെ കാവി മണ്ണ്, കേരളം സംഘപരിവാറിനിടം കൊടുക്കില്ല, കേരളം കാവി അണിയില്ല, കേരളത്തിൽ താമര വിരിയില്ല, ഇതൊക്കെ നിർത്തിക്കോളുക, ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത്. കാരണം അങ്ങനെ പറയും തോറും സംഘപരിവാറിനും BJPക്കും വാശി കൂടും. അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കും, കേരളത്തിൽ അവർ നേട്ടമുണ്ടാക്കും. ഇപ്പം തന്നെ നോക്കുക, തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആദ്യത്തെ ഒരു MP, ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട MP. ഇതിനു മുമ്പ് രാജ്യസഭാ MPമാരുണ്ടായിട്ടുണ്ട്, BJPക്ക് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ BJPക്ക് കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP സുരേഷ് ഗോപി ഇത്തവണ ഉണ്ടായതാണ്. തൊട്ടു പിന്നാലെ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ ഒരു മേയർ, ഒരു കോർപ്പറേഷൻ മേയർ VV രാജേഷ് BJPക്ക് ലഭിച്ചിരിക്കുകയാണ്. അതും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. BJP ലക്ഷ്യം വയ്ക്കുന്ന അവരുടെ A ക്ലാസ് ജില്ലയായിട്ട് അവർ കാണുന്ന തിരുവനന്തപുരത്ത് തന്നെ, തലസ്ഥാനത്ത് തന്നെ അവിടെ BJP പിടിക്കുകയാണ്. അതിന് പിന്നാലെ അഹങ്കാരിയായ മേയർക്കും സംഘത്തിനുമെതിരെ അഴിമതി അടക്കമുള്ള കഥകൾ BJP ഭരണകൂടം, അതായത് കോർപ്പറേഷൻ മേയർ അടക്കമുള്ളവർ, ശ്രീലേഖയെ പോലുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ജനങ്ങൾ കയ്യടിക്കുകയാണ്. അതായത് CPM-ന്റെ ദുർഭരണത്തിനെതിരെ BJP വന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന നിലയിലേക്ക്,
അല്ലെങ്കിൽ അങ്ങനെയുള്ള CPM-കാരെ പാഠം പഠിപ്പിക്കാൻ പറ്റുന്നവർ വേണം അധികാരത്തിൽ വരാനെന്നുള്ള ചിന്ത അത് തിരുവനന്തപുരത്ത് CPM-നെതിരായും BJP-ക്ക് അനുകൂലമായിട്ടും വോട്ട് വരുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ തുടക്കത്തിൽ തന്നെ നടത്തുന്ന അഴിമതി വിരുദ്ധ നീക്കങ്ങൾക്ക് വലിയ കയ്യടി ജനങ്ങൾ കൊടുക്കുന്നത്. അത് BJP-ക്കാർ മാത്രമൊന്നുമല്ല, CPM ഭരണത്തിൽ മനമെടുത്ത സകലരും ഈ അഴിമതിക്കാരായ ഭരണാധികാരികൾക്ക് പണി കൊടുക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് കൈയടിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു കേരള ജനങ്ങളോട് പറയാനുള്ള BJP-യുടെ ഒരു ടൂള് കൂടിയാണ്. അതായത് തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ ഭരിച്ചാൽ, തിരുവനന്തപുരത്ത് ഈ CPM-നെതിരായി ശക്തമായ നീക്കം നടത്തിയാൽ ഒക്കെ CPM വിരുദ്ധമായ അല്ലെങ്കിൽ ഭരണവിരുദ്ധമായിട്ടുള്ള വികാരം തങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന കൃത്യമായ ബോധ്യം BJP-ക്ക് ഉണ്ട്. BJP-ക്ക് ഇപ്പോൾ ഈ ടൈമിൽ എന്തായാലും കേരളം ഭരിക്കാൻ പറ്റില്ല. പക്ഷേ BJP കേരളത്തിൽ ഒരു നിർണായകമായ ശക്തിയായി തെരഞ്ഞെടുപ്പോടെ മാറും. ഇതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ഇതിപ്പോൾ ഇതോടകം മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതായത് 36 സീറ്റുകളിൽ BJP-ക്ക് അപ്പർ ഹാൻഡ് ഉണ്ടെന്നുള്ളതാണ്. അതായത് BJP പിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ 36 സീറ്റുകളിൽ BJP-ക്ക് കൃത്യമായ വോട്ട് ബാങ്ക് ഉണ്ട്. അതായത് ഒരു 30,000-നും 45,000-നും ഇടയ്ക്ക് വോട്ടുകൾ ഈ നിയമസഭാ മണ്ഡലങ്ങളിൽ BJP സമാഹരിച്ചിട്ടുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ തന്നെ 40,000-ന് മേലെ വോട്ട് നേടിയ 7 മണ്ഡലങ്ങളുണ്ട്. 10 മണ്ഡലങ്ങളിൽ BJP-ക്ക് 35,000-ലധികം വോട്ടുകളുണ്ട്. 19 മണ്ഡലങ്ങളിൽ BJP-ക്ക് 30 മുതൽ 35,000 വരെ വോട്ടുകളുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ പല മണ്ഡലങ്ങളിലും BJP ഒന്ന് വിചാരിച്ചാൽ ഒരു 2,000-ഓ 3,000-ഓ വോട്ടുകൾ അവർക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റിയാൽ അവർ 1ാം സ്ഥാനത്തേക്ക് വരാം. അതായത് അവർക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഈ മണ്ഡലങ്ങളിൽ UDF ഭരിക്കണോ LDF ഭരിക്കണോ എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ ശക്തിയായിട്ട് അവിടെ BJP മാറിയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. കേരളത്തിൽ BJP എന്ന് പറയുന്ന ഒരു ഫാക്ടർ കാര്യമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതിൽ നേമത്ത് 49,867 വോട്ട് BJP പിടിച്ചിട്ടുണ്ട്. ഏതാണ്ട് 50,000-നടുത്ത് വോട്ട്. അതായത് നേമം BJP ഉറപ്പിക്കുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്ന് ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ BJP ശക്തമായി പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങൾ, ഒന്ന് കാസർഗോഡാണ്. അവിടെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 44,000-ലധികം വോട്ട്, 44,192 വോട്ട് BJP സമാഹരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത മഞ്ചേശ്വരം 47,071 വോട്ട് BJP സമാഹരിച്ചിട്ടുണ്ട്. അത് മഞ്ചേശ്വരം മുമ്പ് K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ നിസാരമായ വോട്ടിന് പറയുന്നുണ്ട്. അവര് K. സുരേന്ദ്രന് നിസാര പരാജയം സംഭവിച്ചതിന്റെ വലിയൊരു കഥയും പറയുന്നുണ്ട്. ഒരു അപരൻ ഉണ്ടായിരുന്നു, ഒരു അപരസ്ഥാന സുന്ദര എന്ന് പറയുന്ന ഒരു അപരസ്ഥാനായിരുന്നു, പിന്നെ കള്ളവോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പല ആരോപണങ്ങളും ഉണ്ട്. എന്തായാലും മഞ്ചേശ്വരം വളരെ നിസാരമായൊരു മാർജിനിൽ നഷ്ടപ്പെട്ടു പോയതാണ്. പിന്നെ ഞെട്ടിക്കുന്നൊരു മണ്ഡലം എന്ന് പറയുന്നത് മലമ്പുഴയാണ്. VS അച്യുതാനന്ദൻ്റെ CPM-ന്റെ കോട്ടകൊത്തളമായിരുന്ന മലമ്പുഴയിൽ 45,530 വോട്ടുകൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാഹരിച്ചിട്ടുണ്ട് BJP എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ BJP-ക്ക് മുന്നോട്ട് വരാനുള്ള സകല സാധ്യതകളുമുണ്ട് എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ. അതുപോലെ ചെങ്ങന്നൂരിൽ 41,674 വോട്ടുകൾ BJP-ക്ക് ഉണ്ട്. അതൊരു ശബരിമല ഫാക്ടറൊക്കെ വരുന്നൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് ചെങ്ങന്നൂർ. അവിടെയും BJP-ക്ക് പ്രാവശ്യം വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാട്ടാക്കടയിൽ 46,372, കഴക്കൂട്ടത്ത് 40,582. ഈ 2 മണ്ഡലങ്ങളും BJP-ക്ക് വലിയ പ്രതീക്ഷ ഇപ്പോൾ തന്നെ നൽകുന്നുണ്ട്. അതായത് ഒരു ട്രെൻഡ് BJP-ക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഇവിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊരു 7 മണ്ഡലങ്ങൾ അങ്ങനെ കറക്റ്റായിട്ട് BJP എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, മഞ്ചേശ്വരം, കാസർഗോഡ്, മലമ്പുഴ, അതുപോലെ തന്നെ ചെങ്ങന്നൂർ. ഇത്രയും മണ്ഡലങ്ങളിൽ വോട്ട് നോക്കുകയാണെങ്കിൽ വോട്ട് എണ്ണത്തിൽ കൂടുതലുണ്ട്. അതുപോലെ തന്നെ അവിടെയൊക്കെ നിർണായക ശക്തിയായി BJP മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നിലവാരം മുന്നോട്ട് കൊണ്ടുപോയാൽ, ഈ ഒരു ട്രെൻഡ് കൊണ്ടുപോവുകയാണെങ്കിൽ BJPക്ക് ഉറപ്പായിട്ടും അവിടെ പിടിക്കാൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത്. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്രാവശ്യം UDF ശക്തരായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ഇൻ്റലിജൻസിൻ്റെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടാണ്. കേരളത്തിലൊരു തൂക്കുമന്ത്രിസഭ വരാനുള്ള സാധ്യതയുണ്ട്. LDF-നും UDF-നും കേവല ഭൂരിപക്ഷം ഉണ്ടാവില്ല. ഇത് പറഞ്ഞ പോലെ നമ്മുടെ ഒരു കുറച്ച് കാലം മുൻപ് ഒരു രാഷ്ട്രീയ ചിത്രം, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തിൽ എവിടെയും ഇല്ലാതിരുന്ന BJP ആണ് ഇനി വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു ഭരണത്തിൽ നിർണായക ശക്തി, അല്ലെങ്കിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കും എന്ന് പറയുന്ന ഇടത്ത് വരെ എത്തിയെന്ന് പറയുമ്പോൾ അതിനെ പിന്നിലെ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ചെറുതല്ല.
അത് പ്രവർത്തനം ചെറുതല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് BJP ഗ്രാമീണ മേഖലയിൽ വ്യാപകമായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതായത് BJPക്ക് സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാളാണ്. ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും പ്രവർത്തകർക്ക് കൊടുക്കുന്നില്ല. പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായാൽ അവരെ കൃത്യമായി മാറ്റുക, പണി അറിയുന്ന ആളെ വയ്ക്കുക. അതായത് പണ്ട് സുരേന്ദ്രനൊക്കെ അധ്യക്ഷനായിരുന്ന സമയത്തുണ്ടായിരുന്ന പോലെ ഗ്രൂപ്പിസം, തൻ്റെ ആളുകൾ പെട്ടിപിടിക്കുന്നവർക്ക് സ്ഥാനം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കൃത്യമായി എല്ലാ ദിവസവും ഓരോ മണ്ഡലങ്ങൾക്കും ചുമതല വീതിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചുമതലകൾക്കനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. അതിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു കോർപ്പറേറ്റ് സിസ്റ്റം എന്ന നിലയിലേക്ക് BJPയുടെ സംഘടനാ സംവിധാനം മാറിയിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി യാതൊരു പ്രശ്നവും BJPക്കില്ല. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പലയിടങ്ങളിലും ബൂത്ത് കമ്മിറ്റിയിൽ പോലും പണമെത്താത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇലക്ഷൻ്റെ സമയത്ത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെയൊക്കെ അവസ്ഥ സാമ്പത്തികമായി വളരെ പ്രശ്നത്തിലാണ്. പക്ഷേ ഇവിടെ BJPയെ സംബന്ധിച്ച് അവർക്ക് വിചാരിച്ചത് എന്തും നേടിയെടുക്കാനുള്ള, അതായത് അവർക്കില്ലാത്തതും പണമാണ്, അവർക്ക് ആവശ്യത്തിലധികമുള്ളതും പണമാണെന്ന് പറഞ്ഞതുപോലെ അതുപോലത്തെ അവസ്ഥയിലാണ് BJP ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തികമായി യാതൊരു തടസ്സവുമില്ല. പിന്നെ പറഞ്ഞതുപോലെ CPMനെ നേരിടാൻ കോൺഗ്രസിനേക്കാൾ നല്ലത് BJP ആണ് എന്ന തോന്നലിൽ BJPയിലേക്ക് ചായുന്നവരുമുണ്ട് പൊതുജനങ്ങൾക്കിടയിൽ. അതായത് കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നാൽ CPMുമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്, LDFുമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഞങ്ങളെ ഇത്രയും കാലം ദുരിതത്തിലാക്കിയ, ബുദ്ധിമുട്ടിച്ച CPMനിട്ട് പണി കൊടുക്കണമെങ്കിൽ BJP തന്നെ വരണം എന്ന് വിചാരിച്ചിട്ട് BJPക്ക് കുത്തുന്ന ഒരുപാട് പേരുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ CPM ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ത്രിപുരയിലും ബംഗാളിലും ഒക്കെ നമ്മൾ കണ്ടത് CPM വീണതിന് പിന്നാലെ അവിടെ ശക്തമായത്, ത്രിപുരയിൽ ഭരണം പിടിച്ചത് BJP ആണ്, ബംഗാളിൽ BJP ആണ് CPMനെ ഹൈജാക്ക് ചെയ്തത്. അതായത് CPM ഓഫീസുകൾ കാവിയടിക്കുന്നു, ചുവപ്പ് ബിൽഡിങ്ങുകൾ കാവിയടിക്കുന്നു, CPMമാരെ മുഴുവൻ BJP കൂടെ കൂട്ടുന്നു. അങ്ങനെയൊരു ചേഞ്ചാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയും CPMനെ അടിക്കാൻ പറ്റിയ ഒരു മാർഗം BJP ആണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് CPMകാർ നശിപ്പിച്ച, അല്ലെങ്കിൽ CPMകാരുടെ ആക്രമണം ഏറ്റുവാങ്ങിയ, അല്ലെങ്കിൽ LDFൻ്റെ ഭരണത്തിൽ മനം മടുത്ത ജനങ്ങളൊക്കെയും നേരെ ഇപ്പുറത്തേക്ക് വരികയാണ്, BJPയിലേക്ക് വരുന്നൊരു സാഹചര്യം വഴി ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ സ്വർണ്ണക്കൊള്ള വിഷയമടക്കം ആളിക്കത്തുമ്പോൾ അവർ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അതിനെതിരെ പണിയുക എന്ന ലക്ഷ്യത്തിൽ അവർ നിൽക്കുമ്പോൾ അവരുടെ മുന്നിലുള്ളത് BJP ആണ്. അങ്ങനെ ഒരു വലിയ അഡ്വാൻറ്റേജ് BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഭരണപരമായി BJPക്ക് ഒരു അവസരം കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് നമ്മളിപ്പോൾ വിശകലനം ചെയ്തു വന്നത്. അതിനും അപ്പുറത്തേക്ക് UDFൻ്റെ ഭാഗത്തു നിന്നും ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? UDFൻ്റെ ഭാഗത്തുനിന്ന് UDFനെ സംബന്ധിച്ച് UDFന് വലിയ ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ UDFനെ പിന്തുണച്ചു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ അത് ഒരിക്കലും ഒരു അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം UDFനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, കോൺഗ്രസിനുള്ളിൽ വലിയ തമ്മിലടികളുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ കോൺഗ്രസിനകത്ത് തന്നെ പല അവസരവാദികളായിട്ടുള്ള നേതാക്കളുമുണ്ട്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ മറുകണ്ഠം ചാടുക. പത്മജ വേണുഗോപാൽ ഏറ്റവും കൂടുതൽ കണ്ട ഉദാഹരണമാണ്. പത്മജ വേണുഗോപാൽ നേരെ BJPയിലേക്ക് പോയി, തൊട്ടു പിന്നാലെ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മാറി, കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു. ഈ വിധത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കാനുള്ള പല പദ്ധതികളും BJPയുടെ അണിയറയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് പാർട്ടിയേക്കാൾ വലുതാണ് ഞങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് BJPയിൽ പോയാൽ നേട്ടമുണ്ടാകും, പാർട്ടി പോട്ടെ എന്നൊക്കെ കരുതുന്ന നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് പല ഗെയിമുകളും നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അത് ചിലപ്പോൾ കോൺഗ്രസ്സിന് ഒരു തിരിച്ചടിയാവാം. എന്ന് മാത്രമല്ല, കഴിഞ്ഞ തവണ മൊത്തം 40 സീറ്റെങ്ങാണ്ട് ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ UDFന്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് ഇത്രയും കൂടുതൽ സംഖ്യ സീറ്റുകൾ പിടിക്കുക എന്നുള്ളത് പലയിടങ്ങളിലും ശക്തമായ ത്രികോണ മത്സരമാണ്. CPM ശക്തമായിട്ട് തന്നെ ഫണ്ട് എറിഞ്ഞ് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, CPM PR പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കോടികൾ ചെലവഴിക്കുന്നുണ്ട്, മാധ്യമങ്ങളെ വിലക്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ മാങ്കൂട്ടത്തിൽ വിഷയത്തിലൊക്കെ നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങളെ മുഴുവൻ CPM അവരുടെ ലൈനപ്പിൽ നിർത്തിയേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ജനമനസ്സുകളിലേക്ക് ചേക്കേറി വിജയിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ് UDFനെ സംബന്ധിച്ച്. അപ്പോൾ അതിനിടയിൽ ഇതുപോലെയുള്ള കണക്കുകൾ കൂടി വരുമ്പോൾ UDFന് പലയിടങ്ങളിലും എന്താ പറയുക, ത്രികോണ മത്സരം നേരിടേണ്ടി വരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെ ത്രികോണ മത്സരമൊക്കെ നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ UDFന് അത്ര ഈസി ആയിരിക്കില്ല കാര്യങ്ങളെന്ന് പറയാനുള്ളൂ. അതാണ് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിലും പറയുന്നത്. ഒരിക്കലും UDFന് അത്ര ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല. ഇപ്പോൾ പല റിപ്പോർട്ടുകളും പറയുന്നത് 67 സീറ്റ് LDFന്, 71 സീറ്റ്, ജസ്റ്റ്
കേവല ഭൂരിപക്ഷം UDF-ന്, 3 സീറ്റ് BJP-ക്ക് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടാണ് പല നിരീക്ഷകരും ഇപ്പോഴത്തെ അടിസ്ഥാനത്തിൽ പറയുന്നത്. LDF UDF തമ്മിൽ വലിയ വ്യത്യാസം വരില്ല, പക്ഷെ ഒരു നേരിയ മാർജിനിൽ UDF ഭരണത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. പക്ഷെ അതേസമയം തന്നെ ഈ പറയുന്നത് പോലെ ഇതുപോലുള്ള നീക്കങ്ങൾ, അതായത് BJP-ക്ക് വലിയ ശക്തി ഉണ്ടാവുകയും പല കേന്ദ്രങ്ങളും BJP ഇടിച്ചു കയറുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ UDF-നാണ് ക്ഷീണം സംഭവിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു തൂക്കുസഭയിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളാൻ പറ്റില്ല.